നമ്മൾ ഈ നോമ്പിന് വൈകുന്നേരമായി കഴിഞ്ഞാൽ മെയിനായിട്ട് തിങ്ക് ചെയ്യുന്ന ഒരു കാര്യമുണ്ട്, ഇന്ന് എന്ത് പൊരിക്കും, ഇന്ന് എന്ത് ഉണ്ടാക്കും എന്നുള്ളൊരു ഐറ്റം. നമ്മുടെ കയ്യിൽ ചിക്കൻ ഇല്ല എന്നുണ്ടെങ്കിൽ മുട്ട വെച്ച് നമ്മൾ എന്തുണ്ടാക്കും എന്ന് ആലോചിച്ചിരിക്കുന്ന സമയം കൊണ്ട് ഇതാ ഈ ഒരു ഐറ്റം ട്രൈ ചെയ്ത് നോക്കുക. പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന 10 മിനിറ്റ് മാക്സിമം മതി. പെട്ടെന്ന് ബോയിൽ ചെയ്യുന്ന സമയം മാത്രം മതി. പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഐറ്റം കേട്ടോ ഇത് എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഫസ്റ്റ് നമ്മൾ നോർമൽ ഒരു ചമ്മന്തി ഉണ്ടാക്കി എടുക്കുന്നുണ്ട്. നമ്മൾ മുട്ട ഫസ്റ്റ് ബോയിൽ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മളിതാ ഫസ്റ്റ് ചമ്മന്തി ഉണ്ടാക്കുന്നുണ്ട്. സാധാ നോർമൽ ചമ്മന്തി. ഇതിൽ ചപ്പിൻ്റെ ഇല ഞാൻ ഇട്ടിട്ടില്ല, ചപ്പിൻ്റെ ഇല ഇല്ലായിരുന്നു. ഉണ്ടെങ്കിൽ എന്തായാലും മസാല ചപ്പിൻ്റെ ഇല ആഡ് ചെയ്യുക. പിന്നെ അതേപോലെ ഇതിനോട്ടൊരു ക്രീം ഉണ്ടാക്കി എടുക്കുക. നമ്മൾ മുട്ടൻ്റെ യെല്ലോ പോർഷൻ ഉണ്ടല്ലോ, ആ യെല്ലോ പോർഷനും മയോണീസും സോസും കൂടിയും ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. മയോണീസ് ഓവർ ആഡ് ചെയ്യരുത്, ഇത് നല്ല ലൂസ് ആവരുത്. ഈ ഒരു കൺസിസ്റ്റൻസിയിലാണെന്നുണ്ടെങ്കിൽ കറക്റ്റ് ഒരു ക്രീമി ആവണം. അപ്പോൾ നമ്മൾ മയോണീസ് ആഡ് ചെയ്യുമ്പോൾ ഒന്ന് നോക്കിയിട്ട് കുറച്ചാക്കി ആഡ് ചെയ്യുക. എന്നിട്ട് അതവിടെ മാറ്റി വെച്ചിട്ട് നമ്മൾ മുട്ട ഒന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ബ്രെഡ് ക്രംസിലാണ് ഫ്രൈ ചെയ്തെടുക്കേണ്ടത്. അതിൻ്റെ അടുത്ത് ബ്രെഡ് ക്രംസ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ അരിപ്പൊടിയും കോൺഫ്ലവറും കൂടി ആക്കിയിട്ട് അതിൽ ഡിപ്പ് ചെയ്തിട്ടാട്ടോ അത് പൊരിച്ചെടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ചമ്മന്തി ഫില്ല് ചെയ്യുക, അതിൻ്റെ മുകളിൽ ഇതുപോലെ ക്രീം ഇതുപോലെ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുക. പൈപ്പിംഗ് കവർ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്നും കൂടി നല്ല ഭംഗിയിലാക്കി മുകളിലാക്കി കൊടുക്കുക. അപ്പോൾ നമ്മൾ ഫൈനലി നമ്മൾ റെസിപ്പി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങളൊക്കെ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കുക. മുട്ട വെച്ച് നമ്മൾ എന്തുണ്ടാക്കും എന്ന് ആലോചിച്ചിരിക്കുന്ന സമയം കൊണ്ട് ഇതൊന്ന് ഉണ്ടാക്കി നോക്കുക. ഫസ്റ്റ് പ്രാവശ്യങ്ങൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇതിന് അഡിക്റ്റായി മാറും. ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കുന്ന റെസിപ്പിയായി മാറുന്ന ഒരു ഐറ്റം ആട്ടത്. അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പോൾ ഓക്കെ, ബൈ.